നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഭരണസഖ്യത്തിൽ സീറ്റ് വിഭജന തർക്കം രൂക്ഷം. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയുടെ മുതിർന്ന നേതാവിനെ പുറത്താക്കണമെന്ന NCP അജിത് പവാർ വിഭാഗത്തിന്റെ ആവശ്യമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണസഖ്യത്തിൽ നിന്നും പിന്മാറുമെന്നും അജിത് പവാർ വിഭാഗം ഭീഷണി മുഴക്കി. പവാർ കുടുംബത്തിന് സ്വാധീനമുള്ള ബാരാമതി സീറ്റിന്റെ പേരിലാണ് തർക്കം ഉടലെടുത്തത്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ നേതാവായ വിജയ് ശിവ്താരെ ബാരാമതിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അജിത് പവാർ രാജവംശ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന രൂക്ഷ വിമർശനമുയർത്തി അജയ് ശിവ്താരെ രംഗത്ത് വന്നത് പ്രശ്നം വഷളാക്കി. ഇതോടെ ശിവ്താരയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അജിത് പവാർ വിഭാഗം രംഗത്ത് വന്നു. ഉപമുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച ശിവ്താരയ്ക്കെതിരെ ഞങ്ങൾ നടപടി ആവശ്യപ്പെട്ടിരുന്നു. വീണ്ടും നമ്മുടെ നേതാവിനെതിരെ അദ്ദേഹം ആക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചു. ഇനി ശിവ്താരയെ പുറത്താക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി. അല്ലാത്തപക്ഷം മഹായുതി സഖ്യം വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നും NCP മുഖ്യ വക്താവ് ഉമേഷ് പാട്ടീലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ബാരാമതിയിൽ നിന്നും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. NCP ശരത് പവാർ വിഭാഗം സുപ്രിയ സുലെയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 1 ഡസനോളം സീറ്റുകളിൽ തർക്കം തുടരുന്നതാണ് മഹാരാഷ്ട്രയിലെ NDA മുന്നണിയിലെ സീറ്റ് തർക്കം രൂക്ഷമാക്കുന്നത്. 6ഓളം സീറ്റുകളിൽ ശിവസേന ഷിൻഡെ വിഭാഗവും BJPയും തമ്മിലാണ് തർക്കമെങ്കിൽ ബാക്കി സീറ്റുകളിൽ ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവുമായാണ് തർക്കമുള്ളത്. മുഖ്യമന്ത്രി ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ പ്രതിനിധീകരിക്കുന്ന കല്യാണ മണ്ഡലമാണ് തർക്കത്തിലുള്ള പ്രധാന സീറ്റുകളിലൊന്ന്. ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാക്കൾ ശക്തമായ സമ്മർദ്ദമാണ് നേതൃത്വത്തിന് മുകളിൽ ചുമത്തുന്നത്. BJPയും ഏക്നാഥ് ഷിൻഡെ വിഭാഗവും അവകാശമുദ്ദം ഉന്നയിക്കുന്ന താനെ, പാൽഘർ ലോക്സഭാ സീറ്റുകളും സഖ്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇതിനിടെ സഖ്യം വിടുമെന്ന NCPയുടെ ഭീഷണിക്ക് പിന്നാലെ ഞായറാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കൾ തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്.